വിത്തിൽ വിളങ്ങുമീശനെ വാഴ്ത്തുവിൻ. കേട്ടോ, നല്ല പൂക്കൾ കാണുന്ന സമയത്തെ ഈ പൂ എത്ര സുന്ദരമാണ്, ഈ പൂ എന്റെ റബ്ബ് പഠിച്ചതല്ല. ഇങ്ങനെ ഓരോ വസ്തുവിനെ പറ്റി നമ്മളെ ഉള്ളിലുണ്ടല്ലോ റബ്ബ്. ആ റബ്ബിനെ പറ്റി മനസ്സിലാക്കാൻ നമ്മുടെ അകത്തന്നെയുള്ള റബ്ബാ. പക്ഷെ റബ്ബിനെ പറ്റി നമുക്ക് എന്തറിയും? ബനൈതു ഫീ ജൗഫി ബിനി ആദമ ഖസ്റൻ വഫിൽ ഖസ്രി സദ്റൻ വഫിൽ സദ്രി ഖൽബൻ വഫിൽ ഖൽബി ഫുആദൻ വഫിൽ ഫുആദി ശഗാഫൻ വഫിൽ ശഗാഫി ലുബ്ബൻ വഫിൽ ലുബ്ബി സിർറൻ വഫിൽ സിർരി അനാ. അല്ലാഹു തആല പറയാ, ബനൈതു ഫീ ജൗഫി ബിനി ആദമ, ഓരോ മനുഷ്യന്റെയും ഉള്ളിൽ ഞാൻ പണിതു വെച്ചിട്ടുണ്ട് ഖസ്റൻ, ഒരു മാളിക. വഫിൽ ഖസ്രി, ആ മാളികയുടെ ഉള്ളിലാണ് സദ്റൻ, നമ്മുടെ സദ്ർ. വഫിൽ സദ്രി ഖൽബൻ, അതിന്റെ ഉള്ളിൽ ഖൽബ്. വഫിൽ ഖൽബി ഫുആദൻ, അതിന്റെ ഉള്ളിൽ ഫുആദ്. വഫിൽ ഫുആദി ശഗാഫൻ, അതിന്റെ ഉള്ളിലൊരു ഉള്ളറ. വഫിൽ ശഗാഫി ലുബ്ബൻ, ഉള്ളറക്കുള്ളിൽ ഉൾക്കാമ്പ്. വഫിൽ ലുബ്ബി സിർറൻ, ആ ഉൾക്കാമ്പിനുള്ളിൽ ഒരു രഹസ്യ സങ്കേതം. വഫിൽ സിരി അന, അവിടെ ആ രഹസ്യ സങ്കേതത്തിൽ ഞാനുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഉള്ളിൽ തന്നെ ഉണ്ട്. പുറത്തും ഉള്ളിലും എല്ലായിടത്തും അല്ലാഹു തആല ഉണ്ട്. അപ്പൊ ആ അള്ളാഹിനെ പറ്റി അള്ളയും നമ്മളും തമ്മിലുള്ള അടുപ്പം എത്രമാത്രം ഉണ്ട്, അള്ളാഹിനെ പറ്റി ഓർക്കുമ്പോ നമ്മളെ മനസ്സിന് എത്രമാത്രം ആനന്ദം ഉണ്ടാവുന്നുണ്ട്, ആ ഓർമ്മ എത്രത്തോളം വരുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയാലാണ് അള്ളാഹിനോടുള്ള സാമീപ്യം നമുക്ക്. അതിന് ഞാൻ ഉദാഹരണമായിട്ടാണ് ഞാൻ നിസ്കാരം പറഞ്ഞത്. നിസ്കരിക്കുന്ന സമയത്ത് അല്ലാഹു അക്ബറും തക്ബീർ കെട്ടിയിട്ട് അള്ളാഹുവാണ് ഏറ്റവും വലിയവൻ എന്നുള്ള വാക്കും പറഞ്ഞിട്ട് നമ്മൾ നിൽക്കുന്ന സമയത്ത് നമ്മളെ ഉള്ളിൽ എത്രത്തോളം അള്ളാഹു ഉണ്ട്, എത്രത്തോളം ദുനിയാവുണ്ട്, പുറം ലോകം എത്രത്തോളം നമ്മുടെ ഉള്ളിലുണ്ട്, അല്ലാഹു സുബ്ഹാനഹു വ തആല എത്രത്തോളം നമ്മുടെ ഉള്ളിലുണ്ട്, അതൊന്ന് പരിശോധിച്ച് നോക്കി. നിസ്കാരം കഴിഞ്ഞ് 4 റക്അത്ത് നിസ്കരിച്ച് കഴിയുമ്പോൾ എത്ര സമയം അള്ളാഹിനെ പറ്റി നമ്മൾ ഓർത്തിരിക്കണു, എത്ര സമയം ലൗകികമായ കാര്യങ്ങളിലേക്ക് നമ്മുടെ മനസ്സ് വ്യതിചരിച്ച് പോയിരിക്കണു എന്ന് ചിന്തിച്ചു നോക്കി. അപ്പൊ അള്ളാഹിനെ പറ്റിയുള്ള അറിവുള്ളവനാണെങ്കിൽ, അള്ളാഹിനെ അറിഞ്ഞവനാണെങ്കിൽ എപ്പോഴും അള്ളാഹിനേക്കാരം മനസ്സിലുണ്ടാകുക. അറിഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ ബാക്കി പലതും മനസ്സിലുണ്ടാവുക, അല്ലെ? അത് അള്ളാഹുവിനെ ഓർക്കണതിന്റെ മുമ്പിൽ എന്ത് തടസ്സമാകുന്നു ആ തടസ്സം നീക്കി ാനുള്ള മനസ്സ് നമുക്ക് ഉണ്ടാകണം. അതാ തസവൂഫേ. ബാക്കിയുള്ളവരും അല്ലാത്തവരും തമ്മിലുള്ള വ്യത്യാസം തന്നെ. അള്ളയാണ് ഏറ്റവും വലുതെന്ന് ചിന്തിക്കാൻ പറ്റുക. അല്ലെ, നമ്മളെ പിന്നെ ബീരാനോലിയ പാപ്പാനെ പറ്റി കേട്ടിട്ടുണ്ടാവും നിങ്ങള്. അമ്പമുതിൽ മറവിയപ്പെടുത്ത വലിയ സൂഫി വരികയായിരുന്നു ബീരാനോലിയ പാപ്പ. അദ്ദേഹം ഒരു പ്രദേശത്ത് വന്നാലേ ഞാൻ അദ്ദേഹത്തെ പറ്റി ഒരു പുസ്തകം എഴുതാൻ വേണ്ടി പഴയ ആൾക്കാരോടൊക്കെ ചോദിച്ചിരുന്നു. അപ്പൊ ഒരാളോട് ചോദിച്ചു, കുറെ പ്രായമുള്ള ഒരാളോട് ചോദിച്ചു, നിങ്ങൾ ഔലിയ പാപ്പാനെ കണ്ടിക്കണോ ചോദിച്ചു. കണ്ടിക്കണ കാരണം എന്താ മൂപ്പരെ പറ്റി അഭിപ്രായം എന്ന് ചോദിച്ചു. അയാൾക്ക് പിരാന്തയെന്ന് പറഞ്ഞു. പിരാന്തയെന്നു. അപ്പൊ എന്താ അങ്ങനെ പറയാൻ കാരണം എന്ന് ചോദിച്ചു. അതെന്താ വെച്ചാൽ മൂപ്പരൊരു സ്ഥലത്ത് വന്നാൽ ദിക്റേരിച്ചു. എന്താ ദിക്ർ പറയുന്നത്? നെല്ലും പൊത്തും ലായില, കാളയും പോത്തും ലായില, പെണ്ണും മണ്ണും ലായില, ഇതാ ചെല്ലിക്ക. അപ്പൊ ഞാൻ പറഞ്ഞു, പടച്ചോനെ ഇതെന്നില്ല ചെല്ലിക്കേണ്ടത്. നെല്ലും പൊത്തും കാളയും പോത്തും പെണ്ണും മണ്ണും ഈ ദുനിയാവിൽ ഇതൊക്കെയാണ് പൂജിക്കപ്പെടേണ്ട വസ്തു. ഇതിനെയൊക്കെ പൂജിച്ച് നടക്കല്ലേ മനുഷ്യന്മാരെ? നെല്ലും പൊത്തും അല്ലെ, സമ്പത്തിനെ പൂജിച്ചുകൊണ്ട് നടക്കണ മനുഷ്യന്മാരല്ലേ? അത്തരം ആൾക്കാരോട് അവരെ മനസ്സിന് ഇതെടുത്ത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ദിക്ർ ചെല്ലിക്കണ്ടേ? അപ്പൊ കാളയും പോത്തും അതല്ല പൂജിക്കേണ്ടത്, പെണ്ണും മണ്ണും അതല്ല പൂജിക്കേണ്ടത്, അള്ളാനെയാണെന്നുള്ള കാര്യം മനസ്സിൽ ഉറപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ പറ്റിയുള്ള ചിന്ത, ഓനെ പറ്റിയുള്ള വിചാരം, ഓനെ പറ്റിയുള്ള ഭയം, അതാണ് നമ്മുടെ ഉള്ളിൽ ഏറ്റവും നിറഞ്ഞു നിൽക്കേണ്ടത് എന്നാ ഔലിയ പാപ്പ ദിക്രി കൂടി പഠിപ്പിക്കണതേ. അതേപോലെ തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കുകയാണെങ്കിൽ സുലൈമാൻ മൗര്യയെ പറ്റി ഇവിടെ പുതിയറയിൽ മറവി ചെയ്യപ്പെട്ട സുലൈമാൻ മുസ്ലിയരുണ്ട്. അദ്ദേഹം വലിയ സൂഫി വര്യനായിരുന്നു. നമ്മുടെ ആ ഭാഗത്തൊക്കെ പലപ്പോഴും ഉണ്ടായിരുന്ന ആളാണ്. അദ്ദേഹം ഒരു സ്ഥലത്ത് ഇങ്ങനെ പോയിട്ട് ഒരു പള്ളിക്ക് പോയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ മൂപ്പര് പിന്നെ എപ്പോഴും കയ്യിലൊരു വടിയൊക്കെ ഉണ്ടാവും. എന്നിട്ട് ഇങ്ങനെ ചെറുപ്പക്കാരൊക്കെ ഇങ്ങനെ തുണിയൊക്കെ നെരിയേണ്ടതായി എടുക്കുകയാണെങ്കിൽ നല്ലൊരു കൊട്ടു കൊടുത്തിട്ട് അവർ കയറ്റി എടുക്കാറ്. ഇനി മുട്ടിന്റെ മുകളിലേക്ക് കൊണ്ടിച്ചാലും ഒരു കൊട്ടു കൊടുത്തിട്ട് താത്തിടുകാറ്. മുസ്ലിം ആണെങ്കിൽ അല്ലാത്തവരോടൊന്നും ചെയ്യൂല. അങ്ങനെ മൂപ്പര് പിന്നെ ഇതിങ്ങനെ പതിവായപ്പോ കുറെ ചെറുപ്പക്കാർ കൂടിയാണ്ട് നമുക്ക് മൂപ്പരെ തല്ലൊന്ന് നിർത്തണം എന്ന് പറഞ്ഞാണ്ട് മൂപ്പരെ ശരിയാക്കാൻ വേണ്ടി ചെന്നു. ഒരു 10-12 ചെറുക്കന്മാരിങ്ങനെ ചെല്ലാം മൂപ്പരെ അടുത്തേക്ക്. അപ്പൊ മൂപ്പര് പള്ളി ഉണ്ടാക്കാൻ വേണ്ടി കല്ല് വെട്ടിയിട്ട് കൊണ്ടാകാൻ ആളെ കിട്ടാതെ നിൽക്കുകയാണ്. അതില് ഇങ്ങനെ വരിക ചെറുക്കന്മാർ 10-12 ആൾക്കാർ ഇങ്ങനെ വരുന്നുണ്ട്. വരുന്ന സമയത്ത് വേഗം വരി ഈ കല്ല് കൊണ്ടാകാൻ ആളെ കിട്ടായിട്ട് നിൽക്കാൻ മനുഷ്യൻ സ്വീപ്പായിക്കണ വേഗം വരി എന്ന് പറഞ്ഞാൽ എല്ലാവരും വന്നുകൊണ്ട് കല്ല് വെച്ചിട്ടാണ് പോയി. മൂപ്പരെ തല്ലാൻ വേണ്ടിക്കോലും വന്നത്, പക്ഷെ കല്ല് വെച്ചിട്ടാണ് പോയി. അതെന്താ? അള്ളാഹിനെ പറ്റി അള്ളാഹിനെ അറിഞ്ഞ ആളുകളെ ആവുമ്പോൾ അവര് നേരെ അങ്ങനെയാണ് അപ്രോച്ചിന്റെ സമീപനം ഉണ്ടാകുക. അങ്ങനെ പിന്നെ ഒരു ദിവസം മുമ്പ് പള്ളിക്ക് പോയിട്ട് കത്തിയും പിടിച്ചിട്ട് ഇങ്ങനെ നിൽക്കുക. മഗ്‌രിബ് ബാങ്ക് കൊടുത്ത നേരാണ്. പള്ളിന്റെ ഉള്ളിലേക്ക് കടന്നാൽ കുത്തുന്ന പറഞ്ഞിട്ട് നിൽക്കുന്നത്. അങ്ങനെ ചെല്ലണ ആൾക്കാരൊക്കെ മടങ്ങിപ്പോരാണ്. അവസാനം ഒരു കാരണമില്ല എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ കുത്താണെങ്കിൽ കുത്തി മനുഷ്യന് നിസ്കരിച്ചെന്റെ മഗ്‌രിബ് ഇപ്പൊ കളയാൻ പോകുകയെന്ന് പറഞ്ഞ് പള്ളിന്റെ ഉള്ളിലേക്കാണ് കയറിയപ്പോ മുമ്പ് കത്തിയോടിട്ട് പറഞ്ഞു, ഇജ്ജാടാ അള്ളാഹിനെ പേടിച്ചണോ, മറ്റവരൊക്കെ സുലൈമാനെ പേടിച്ചണോ വരെയാണ്. ഇതെന്താപ്പോ കാരണം? മൂപ്പര് ഇത് എല്ലാവർക്കും അള്ളാഹിനെ പേടിച്ചിട്ടല്ലേ പള്ളിക്ക് നിസ്കരിച്ചാൻ വരുന്നത്, അള്ളാഹിനെ പേടിച്ചിട്ട് തന്നെ വരുന്നത്. പക്ഷെ അള്ളാഹിനെ പേടിച്ചതിന്റെ ഒപ്പം കത്തിനും പേടിയുണ്ട്,
ആ പേടിയാണ് കൂടുതലാകുന്നത്. അതാ സുലൈമാൻ പഠിപ്പിച്ചത്, അത്ര ആ സംഗതിയെ പഠിപ്പിച്ചത്. മൂപ്പർക്ക് ആരെയും പേടിയില്ല, മൂപ്പരുടെ ജീവിതം അങ്ങനെ തന്നെയായിരുന്നില്ലേ അല്ലേ? ആരെയും പേടിയില്ല. അള്ളാഹുവിനെ സംബന്ധിച്ച് അതാ സൂഫിവര്യന്മാരുടെ പ്രത്യേകത. അള്ളാഹിനെ പറ്റിയുള്ള ഭയം ഓരോ ഉള്ളിലുണ്ടാകുക. അപ്പൊ പിന്നെ ബാക്കിയുള്ളവരാരെയും പേടി ഉണ്ടാവില്ല. പിന്നെ ഒരിക്കൽ മൂപ്പര് വീട്ടില് ഭാര്യ ഇങ്ങനെ ഇടക്കിടക്ക് ഇറങ്ങിപ്പോകും പുറത്തേക്ക്. അപ്പൊ ഒരു ദിവസം മൂപ്പര് ഭാര്യയോട് പറഞ്ഞു, ഞാൻ ഇല്ലാത്ത സമയത്ത് അങ്ങോട്ടൊന്നും പോരുതേ. അങ്ങനെ ഒരു ദിവസം മൂപ്പര് എവിടെ പോയിട്ട് ഇങ്ങനെ വരുന്ന സമയത്ത് ഭാര്യ ദൂരെ എവിടെ പോയി വരുന്നുണ്ട്. അപ്പൊ ഇത് കണ്ടപ്പോ മൂപ്പര് ചെറിയൊരു പെരയാണ്, ചെറിയ കൂരല്ലേ, അങ്ങനെ തീപ്പെട്ടിക്കൊള്ളി എഴുതിക്കിട്ട് പെരക്കാണ് തീ കൊടുത്തത്. പിന്നെ എനിക്ക് പള്ളി മറ്റൊക്കെ ഉണ്ട്, എനിക്കല്ലേ വീടുണ്ട്, ഇജ്ജ രീതിയിൽ നടക്കണമെങ്കിൽ പിന്നെ വീട് ആവശ്യമില്ലല്ലോ പറഞ്ഞ് തീ കൊടുത്തു. അതിന് മൂപ്പര് പോലീസ് പിടിച്ചുണ്ടായി. പോലീസ് പിടിച്ചുണ്ടായിട്ട് SI ചോദിച്ചു, നിങ്ങളതിനെ പെരക്ക് തീ കൊടുത്തു ചോദിച്ചു. അത് ഞങ്ങൾ അങ്ങനെ ചോദിക്കുന്നത് കാരണം. പിന്നെ എന്താ ചോദിക്കുന്നത് ചോദിച്ചു. പെരക്ക് തീ കൊടുക്കലാണ് ആദ്യം ഉണ്ടാക്കുന്നത്, പെരണ്ടാക്കൽ ആദ്യം ഉണ്ടാക്കുന്നത് ചോദിച്ചു. പെരണ്ടാക്കൽ തന്നെ ആദ്യം ഉണ്ടാക്കുന്നത്. അപ്പൊ പിന്നെ നിങ്ങൾ ആദ്യം ചോദിക്കേണ്ടത് എന്താ, പെരെന്തിനെ ഉണ്ടാക്കിയെന്നല്ലേ ചോദിക്കേണ്ടത് ചോദിച്ചു. നിങ്ങൾ എന്തിനെ പെരണ്ടാക്കി ചോദിച്ചു കഴിഞ്ഞാൽ തീ കൊടുക്കാണ്ടാക്കിയതാണ് കാരണം. മൂപ്പരിക്കെന്ത് പോലീസാ, മൂപ്പരിക്കെന്ത് SI ആ. അള്ളാഹിനെ പറ്റിയുള്ള വിചാരവും പേടിയുള്ള ആൾക്കാർ അങ്ങനെ ഇരിക്കുവേ. അപ്പൊ അതുകൊണ്ട് നമ്മൾ യഥാർത്ഥത്തിൽ നമ്മുടെ വിശ്വാസം, ഈമാൻ എന്നൊക്കെ പറഞ്ഞാല് അള്ളാഹു നമ്മുടെ ഒപ്പുണ്ട്, എന്റെ മുമ്പിലുണ്ട് എന്നൊക്കെയുള്ള ആ ചിന്ത ഉണ്ടാവും. ആ ചിന്ത വളർത്തൽ, അതിന് അള്ളാഹിനെ പറ്റി പരിചയം വേണം. അള്ളാഹിനെ പറ്റി എങ്ങനെ പരിചയം ഉണ്ടാവുക? അള്ളാഹിനെ പറ്റി പരിചയപ്പെടാൻ അള്ളാഹ് പറഞ്ഞു നിൽക്കുന്നത് എന്താണ്? സനുരീഹിം ആയാതിനാ ഫിൽ ആഫാഖി വഫീ അൻഫുസിഹിം. നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ അവർക്ക് നാം കാണിച്ചു കൊടുക്കുന്നു. ഫിൽ ആഫാഖി, അന്തരീക്ഷത്തിൽ കാണിച്ചു കൊടുക്കുന്നു. ദിക്കുകളിലെല്ലാം കാണിച്ചു കൊടുക്കുന്നു. ഫീ അൻഫുസിഹിം, അവരവരുടെ സ്വന്തം ശരീരത്തിൽ കാണിച്ചു കൊടുക്കുന്നു. അള്ളാന്റെ ആയത്ത് നമ്മുടെ ശരീരത്തിലുണ്ട്. അള്ളാന്റെ ആയത്ത് ദിക്കുകളിലൊക്കെ ഉണ്ട്. ഖുർആനിൽ 6000 ചിലാണ് ആയത്തുള്ളൂ. പ്രപഞ്ചത്തിൽ 6000 അല്ല, 6 ലക്ഷം അല്ല, 6 കോടിയല്ല ആയത്തുള്ളത്. അല്ലേ? ഖുർആനിൽ 6000 ചില്ലാൻ ആയത്തല്ലേ ഉള്ളൂ. ബാക്കിയൊക്കെ പ്രപഞ്ചത്തിന്റെ എല്ലാ ഭാഗത്തും ഇങ്ങനെ നിറഞ്ഞു നിൽക്കല്ലേ അള്ളാഹുവിന്റെ ചിഹ്നങ്ങൾ. പക്ഷെ അത് നോക്കണ്ടേ, കാണണ്ടേ, മനസ്സിലാക്കണ്ടേ. അതിനെന്താ വേണ്ടത്? നമ്മളെ പറ്റി നമുക്കറിയോ? നമ്മളെ പറ്റി നമുക്ക് എന്താ അറിയാ? ആലോചിച്ച് നോക്കി. നമ്മളെ പറ്റി നമുക്ക് എന്താ അറിയാ? 50 വയസ്സായിട്ടുള്ള ഒരു കാരനോട് ചോദിക്കുക, നിങ്ങളെ ശരീരത്തിൽ എത്ര ഓട്ടമുണ്ടെന്ന് ചോദിച്ചാലും മൂപ്പർക്ക് അപ്പോൾ അതുവരെ ആലോചിച്ചിട്ടുണ്ടാവില്ല. നിങ്ങളെ ശരീരത്തിൽ എത്ര ദ്വാരമുണ്ട് എന്ന് ചോദിച്ചാലും മൂപ്പര് 1 2 3 4 5 6 7 8 എണ്ണണത് തൊള്ളോണ്ടാണല്ലോ, തൊള്ളോണ്ടിട്ടുണ്ടാവില്ല. കാരണം എന്താ? അപ്പോ ഇത്ര 50 കൊല്ലം ഈ 9 ദ്വാരം സ്വന്തം ശരീരത്തിലുണ്ടായിട്ട് നമ്മൾ ചോദിക്കുന്നത് വരെ മൂപ്പര് ആലോചിച്ചിട്ടുണ്ടാവില്ല. അപ്പൊ സ്വന്തം ശരീരത്തെ പറ്റി ചിന്തിക്കണ്ടേ, അവനാനെ പറ്റി ചിന്തിക്കണ്ടേ. അവനാനെ പറ്റിയുള്ള ചിന്ത ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ഊട്ടിയേക്കും കൊടൈക്കനാലിലേക്കും അവിടെ ഇവിടെയൊക്കെ പോകും. അവനാന്റെ മുതോമ്പറോട്ട് കണ്ടിട്ടുണ്ടാവില്ല. നമ്മളെ മുതോമ്പറ നമ്മൾ കണ്ടിട്ടില്ലല്ലോ. നമ്മൾ ഊട്ടിയിൽ, ഡൽഹിയിൽ, ഹൈദരാബാദ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പോകും. അപ്പൊ നമ്മളെ പറ്റി ഒന്ന് ചിന്തിക്കണ്ടേ. ഞാൻ ആരാണ്? എന്റെ ശരീരത്തെ പറ്റി ഞാൻ ചിന്തിക്കണ്ടേ, എന്റെ മനസ്സിനെ പറ്റി ചിന്തിക്കണ്ടേ, എന്റെ ഉത്ഭവത്തെ പറ്റി ചിന്തിക്കണ്ടേ. അങ്ങനെയാണ് ജീവിതത്തിന്റെ ലക്ഷ്യം യഥാർത്ഥത്തിൽ ജീവിതത്തിന്റെ ലക്ഷ്യം മനസ്സിലാക്കണം. ഒന്നാമതായി ചെയ്യേണ്ടത് നമ്മൾ ഇന്നത്തെ നിലവിലുള്ള വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ നമ്മൾ പഠിപ്പിക്കണം എന്താ? കുട്ടികൾ പഠിക്കണം എന്താ? പലതും പഠിക്കുന്നുണ്ടായിരിക്കും. പക്ഷെ കുട്ടികൾക്ക് ജീവിതത്തിന്റെ ലക്ഷ്യത്തെ പറ്റി അറിയോ? നമ്മൾ ആലോചിച്ച് നോക്കണം. നമ്മൾ ഇത്തരത്തിലുള്ള മതകേന്ദ്രങ്ങൾ, ഇവിടെ ഖുർആൻ ക്ലാസും മറ്റൊക്കെ നടക്കുന്നുണ്ടല്ലോ, ഇത്തരത്തിലുള്ള സദസ്സിൽ വരാതിരിക്കുകയാണെങ്കിൽ, ഇത്തരത്തിലുള്ള സദസ്സിൽ വരാതെ വിദ്യാഭ്യാസം നേടിയപ്പോ നേരത്തോടെ സൂചിപ്പിച്ചല്ലോ, അഭ്യസ്ത വിദ്യരായിട്ടുള്ള ആൾക്കാര് ഒരു നല്ലോണം പഠിച്ചിട്ടുണ്ട്, ഡോക്ടറേറ്റ് ഉണ്ട്, എഞ്ചിനീയർ ആയിട്ടുണ്ട്. പക്ഷെ ഓൽക്കൊന്നും ജീവിതം എന്താണ്, ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവില്ല. ജീവിതത്തിന്റെ ലക്ഷ്യം അറിയാത്തതുകൊണ്ടല്ലേ ചെറുക്കന്മാരിങ്ങനെ നടക്കുന്നുണ്ടാവും, ചുവട്ടിന്റെ ഉള്ളിൽ പാട്ട് കുത്തി തിരികെ ചുവട് എൻഗേജിൽ, കണ്ണിന്റെ മുമ്പിൽ കമനീയമായ മൊബൈൽ കാഴ്ച.